Block the vehicle. Clear the track. Over. Alice. Thank you, sir. Alex sir. സൈൻ ചെയ്യിപ്പിച്ചോളൂ. സുഖമല്ലേ? വലിയ ശല്യങ്ങളൊന്നും കൂടെ ഇല്ലാത്തതിന്റെ ഒരു സുഖമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്റ്റാർട്ട്സ് ഗെറ്റ് ഇൻ ദ മൊമെന്റ്. ടെൻഷനേ ആവശ്യമില്ല. Just focus. പ്രാക്ടീസിനാ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങാൻ മേലെ നട്ടപ്പാരയ്ക്ക് എത്തിയല്ലേ ഉള്ളൂ. അത് ഇന്നലെയല്ലേ? ഇപ്പൊ നാളെ ട്രിവാൻഡ്രം പോണ്ടേ? നാളെയല്ലേ? നാളത്തെ കാര്യം നാളെ, ഇന്നത്തെ കാര്യം ഇന്ന്. ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് ഞാൻ പ്രാക്ടീസിനോട്ടെ. സഹായിക്കണോ? ഓ വേണ്ടായേ. എടി നിന്റെ സൈക്കിളിന് സ്റ്റാൻഡ് പോലും ഇല്ലല്ലോ. ഓ അതുകൊണ്ടായിരിക്കും ചേട്ടൻ ഫസ്റ്റ് ആയത്. നീ ചവിട്ടാൻ വേണ്ടിയാ ജീവിക്കുന്നത്, ഞാനേ ജീവിക്കാൻ വേണ്ടിയാ ചവിട്ടുന്നത്. അയ്യോ സെന്റി ഡയലോഗ്. തോറ്റ അതങ്ങ് സമ്മതിക്കും. ഇന്നലെ എത്തിയപ്പോ ഒരുപാട് വൈകിയായിരുന്നോ? അറിയില്ല. ഞാനങ്ങനെ അറിയാനാ? ഞാൻ വരുമ്പോ റൂമിൽ ലൈറ്റ് കിടപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ ഇന്നലെ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയായിരുന്നേ. തിരിച്ചു വന്നപ്പോ ഭയങ്കര ക്ഷീണം. ലൈറ്റ് ഓഫ് ചെയ്യാതെ കിടന്നുറങ്ങി. ആവട്ടെ. ശരിക്കും ആവട്ടെന്ന്. നന്നായി ഇന്ന് വന്നത്. ഇനി എന്ന് കാണാനാ? ഈ വ്യൂവേ എന്നാ? അല്ല ഈ വ്യൂവേ ഇനി എന്ന് കാണാനാന്ന്. അതെന്നാ? ഒന്നും അറിയാത്ത പോലെ. ഞാൻ പോയില്ലേ ഒളിമ്പിക്സിന്. റഷ്യ പോകുന്ന കാര്യമാണോ? ആദ്യം ക്യാമ്പ്, പിന്നെ വാഗമൺ, പിന്നെ ഡൽഹി, അവിടുന്ന് റഷ്യ, പിന്നെ ടോക്കിയോ. റഷ്യയിലും കാണും ഇതിനവിടെ നല്ല വ്യൂ ഒക്കെ. റഷ്യയെക്കുറിച്ചൊക്കെ നല്ല പരിചയമല്ലേ? ഇതിലിപ്പോൾ എന്നാ ഉള്ളത്? ഞാനത് കട്ടപ്പനയിൽ നിന്ന് കുമളിയിലോട്ട് ബസ് കയറി പോകുമ്പോഴേ റോഡ് സൈഡിൽ കാണണം. എന്നാ വ്യൂ ആണെന്നറിയാമോ? സ്വിറ്റ്സർലാൻഡ് പോലെ ഇരിക്കും. എടാ മണ്ട, റഷ്യ പോയാ ദേ ഇതുപോലെ നമ്മുടെ സ്കൂളും വീടും ഒക്കെ കാണാൻ പറ്റൂ. അത് കാണാൻ പറ്റത്തില്ല. അതാ പറഞ്ഞേ.
അയ്യോ കർത്താവേ, എന്നാ വൈകിയെന്നേ പത്രം. ആ സാരമില്ല. ആർക്ക് സാരമില്ലെന്ന്? പത്രം വൈകിയല്ലേ നാട്ടുകാർ വലുണ്ടാവും. എടാ മാനുവൽ ഇന്ന് എനിക്ക് ഒരുപാട് പരിപാടി ഉള്ളതാ. ഒറ്റ ദിവസമേ ഉള്ളൂ. എന്തുവാ? സ്കൂളിൽ പോണം, യാത്രയപ്പുണ്ട്. പിന്നെ ഗോപാൽ ചേട്ടന്റെ കടയിൽ നിന്ന് എനിക്ക് പാൽമണ്ണ് കഴിക്കണം. ഞാനില്ല, ഒറ്റയ്ക്ക് പോയാ മതി. മാനുവൽ പ്ലീസ്. ഉച്ചയ്ക്ക് കേട്ടറിംഗ് ഉള്ളതാ. ഡാ എന്നതാടാവേ? സോറി ചാ. എന്നാ പിന്നെ ഉച്ചക്കെങ്ങാനും തന്നാ പോരായിരുന്നു. ഇനി ഉണ്ടാവില്ല. 3 മാസത്തെ ബില്ലുകാരുള്ളതാ. എന്താ ചാട? മാനുവലേ ഉച്ചക്ക് കാറ്ററിംഗ് ഉണ്ടേ. പത്രം എവിടെ? ഡാ നീ എത്ര മണിക്കാടാ പത്രം ഇട്ടെ? എന്നിടുന്ന പോലെ തന്നെ. അപ്പൊ പിന്നെ കുഞ്ഞുട്ടി ചായ വിളിച്ചതോ? ആ അത് ഇന്ന് പത്രം വരാൻ കുറച്ച് വൈകിയായിരുന്നു. വേറെ ആർക്കും വൈകിയില്ലല്ലോ. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? എടാ ഞാൻ ബൈജുവിനെ വിളിച്ച് ചോദിച്ചായിരുന്നു. അമ്മയ്ക്ക് എന്നാ നിന്നെ കേടാ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാൻ? അവ അവളുടെ പിന്നാലെ പോയിട്ടുണ്ടാവും. ഇല്ല. പോയി ഇല്ലെന്ന്. പോയി പോയി പോയി. ആ പോയി. അങ്ങനെ പറ. എടാ ചെക്ക, മനുഷ്യനായാലേ ഇച്ചിരി നാണം വേണം ഇങ്ങനെ പുറകെ നടന്നിട്ട്. അതെനിക്ക് ഇത്തിരി കുറവാന്നേ. എന്ത്? നാണമേ കുറച്ച് കുറവാ. ആ അതെനിക്കറിയാം. അവള് റഷ്യയിലോ ജപ്പാനിലോ എങ്ങാണ്ടൊക്കെ പോകുന്നെന്ന് അറിഞ്ഞു. നീ അറിഞ്ഞായിരുന്നോടാ? അതിനെന്നാ? അവളങ്ങോട്ട് പോയാ പിന്നെ എന്റെ കുഞ്ഞ് നന്നായനെ അല്ലടാ ചക്ക. പാവാന്നേ. അമ്മ എടാ അങ്ങേർക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെ ജമ്മം പോയ അവള് വാ തുറന്നൊന്നും സമ്മതിക്കത്തുമില്ല. എടാ എത്ര കാലം ഇങ്ങനെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓവറാന്നാ? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അവക്കൊരു പനി വന്ന ഉടനെ ഇവനും പനി വരും. അവളുടെ എങ്ങാനും കാല് ഉളിക്കാലോ അപ്പൊ തന്നെ ഇവന്റെ കാല് ഉളുക്കും. അതൊക്കെയാ ഓവർ. ആ ഞാൻ നിർത്തി. ഇത് വെച്ചോ. പോയച്ച് നല്ല ബ്രാൻഡ് ഏതാന്ന് വെച്ചാ വാങ്ങിച്ചോ. ഇവനെ കൂട്ടുകാരൊക്കെ കുടിച്ചു. നല്ല ബെസ്റ്റ് അപ്പൻ. ഇവിടെ ഇരുന്ന് അടിച്ചോടാ. അപ്പം തന്നെ വെച്ചോ. എടാവേ ഇതൊക്കെയല്ലേ പതിവ്. അവളങ്ങ് പോയല്ലോ. അവൾ എങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് തന്നെ വരും. അപ്പം നോക്കിക്കോ. തൽക്കാലം അപ്പൻ കട്ടൻ കാപ്പി കുടി. ഊതിയതാന്നോ?